എലത്തൂർ ട്രെയിൻ തീവെപ്പ് ഭീകരാക്രമണ കേസ് പ്രതി പാക് ഇസ്ലാമിക് പ്രഭാഷകരെ ഉൾപ്പെടെ പിന്തുടർന്നിരുന്നതായി റിപ്പോർട്ട്. ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇതിനുള്ള തെളിവാണെന്ന് NIA. ഗൂഗിളിൽ മതഭീകര പ്രഭാഷണങ്ങൾക്ക് പുറമെ പോൺ സൈറ്റുകളും ഷാരൂഖ് സെയ്ഫ് തെരഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ കേസിൽ നിർണായകമായ വിവരങ്ങളാണിപ്പോൾ NIA പുറത്തുവിടുന്നത്. അതായത് പാക് തീവ്രവാദികളുമായി ഭീകരാക്രമണ കേസിലെ പ്രതി പാക് ഇസ്ലാമിക് പ്രഭാഷകരെ ഉൾപ്പെടെ പിന്തുടർന്നിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതായത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇതിന് തെളിവായി NIA ഇപ്പോൾ അത് ഉയർത്തിക്കാട്ടുന്നുമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, ഇപ്പോൾ വ്യക്തമാകുന്ന കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ തീവ്രമായ ഷാരൂഖ് സൈഫി നിരന്തരം ചെയ്തത് ഈ ഭീകര മത തീവ്ര പ്രഭാഷകരെ പിന്തുടർന്നതിൽ നിന്നാണ് രക്തരൂക്ഷിത കലാപം, ഒപ്പം തന്നെ മറ്റ് ആളുകൾക്കെതിരെ ജിഹാദി പ്രവർത്തനം, തന്റെ മതവിശ്വാസികളല്ലാത്ത ആളുകളെല്ലാം കാഫിറുകളാണെന്ന ചിന്താഗതി, അവർക്കെതിരെ യുദ്ധം ചെയ്യുക, അവരെ ഇല്ലാതാക്കുക, രക്തരൂക്ഷിത കലാപത്തിലൂടെ ഉന്മൂലനം ചെയ്യുക തുടങ്ങിയ ചിന്താഗതികളെല്ലാം തന്നെ ഈ ഷാരൂഖ് സൈഫിയിലേക്ക് ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണം നടത്തിയ ട്രെയിൻ തീവച്ച് ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഷാരൂഖ് സൈഫിയിലേക്ക് മനസ്സിലേക്ക് ഇത്തരം ആശയപ്രചരണങ്ങളെല്ലാം എത്തിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ തീവ്ര മത പ്രചാരകരാണ് എന്ന വിവരം തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ സക്കീർ നായിക് അടക്കമുള്ള ഭീകര പ്രഭാഷകരെ അനുഗമിച്ചിരുന്നു, നിരന്തരമായി കേൾക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഷാരൂഖ് സൈഫിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചത്. ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള അക്കൗണ്ടുകൾ വിശദമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിച്ചിരുന്നു. ഇതിൻ്റെ സൈബർ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കി ലഭിച്ചപ്പോഴാണ് കൂടുതൽ സമയവും ഇയാൾ ചെലവഴിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള മതപ്രചാരകരുടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കാനായിരുന്നു. അതിൽ വലിയ ആവേശം ഇയാൾ കാണിച്ചിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കാരണം നിരന്തരമായി അതിൽ പറഞ്ഞിരുന്നത് മതഭീകരതയായിരുന്നു, മതഭീകര ആശയങ്ങളായിരുന്നു അവർ പങ്കുവയ്ക്കാൻ അതിലൂടെ ശ്രമിച്ചിരുന്നത്. ഇങ്ങനെ യുവാക്കളെ മതഭീകരതയുടെ ഭാഗമാക്കി മാറ്റി രാജ്യത്ത് ഭാരതത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, കലാപങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം കൂടി പാകിസ്ഥാനിലെ ഈ മതപ്രചാരകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് ഈ ഷാരൂഖ് സൈഫി അടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഇത്തരത്തിൽ മതഭീകര ആശയ പ്രചാരകരുടെ പ്രസംഗങ്ങൾ നിരന്തരം കേൾക്കുകയും അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതിലൊരാളായിരുന്നു ഷാരൂഖ് സൈഫി. നേരത്തെ തന്നെ ഷാരൂഖ് സൈഫി കോപ്പ് കൂട്ടിയിരുന്നു, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ലഭിച്ചു. അങ്ങനെ രക്തരൂക്ഷിത കലാപങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണം നടത്തിയത്. ട്രെയിനിൽ കയറി ആക്രമണം നടത്തിയതും അവിടെ പെട്രോൾ ഒഴിച്ച് യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് ഇസ്ലാമിക പ്രഭാഷകരെ ഉൾപ്പെടെ പിന്തുടർന്നിരുന്നതായി NIA ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.